Deepavali Magic Collections. Ladies and gentlemen, today's special is about Kung Fu and it's about Shaolin Kung Fu. Direct Japan, China, and one simple master who's going to teach us what things are. He is none other than Lion Sifu P.V. Suran. We'll take you to him. It's marvelous. Now you also take your chances on Iron Heart. Now let me introduce one of the finest masters in the name of Kung Fu, Lion Sifu P.V. Suran. എനിക്കൊരു വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ഹോങ്കോങ്ങിലും അവിടെയും ഇവിടെയെല്ലാം പോയി ഇന്റർനാഷണൽ ലെവലിൽ പോയി പഠിച്ച് കുങ്ഫു പഠിച്ചിട്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യും, അതോടൊപ്പം തന്നെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. എവിടെയൊക്കെയാണ് പോയി പഠിച്ചിട്ടുള്ളത്? ഹോങ്കോങ്, ഓക്കെ, മലേഷ്യ, ഓക്കെ, ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളൊക്കെ പോയി കരാട്ടെ പ്രാക്ടീസ്, കുങ്ഫു പ്രാക്ടീസ് ചെയ്തു. കുങ്ഫു പ്രാക്ടീസ് അതിൽ ഉപരി കരാട്ടെ പഠിച്ചു, ഷോട്ടക്ക് കരാട്ടെ പഠിച്ചു, ഓക്കെ, ഷോട്ടക്കാൻ പഠിച്ചു. അതിൽ വരെ കിക്ക് ബോക്സിങ്, പിന്നെ തായ് ബോക്സിങ്, ഉപരി ചൈനയുടെ ട്രഡീഷണൽ എക്സസൈസ് തൈ ചി ചുവാൻ. ഓക്കെ, അത് ഇന്ത്യയിലെ യോഗ എന്ന് പറയും, വിദേശത്ത് തൈച്ചി എന്ന് പറയും. ഇത്രയും പഠിച്ചു വരാനായിട്ട് എപ്പോൾ തുടങ്ങിയതാണ് പ്രാക്ടീസ്? ഞാൻ 4 വയസ്സ് തൊട്ട് കളരി പോയതാണ്. ഓൾറൈറ്റ്. തുളനാടൻ കർണാടൻ കളരി എല്ലാം മൂവ് ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ പഠിച്ചു ഇത് കഴിഞ്ഞപ്പോൾ ഒരു ആർട്ട് കുംഫുലേക്ക് കയറാൻ വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ബേസിക് തുടങ്ങി അങ്ങ് കളരിയാണ്. അതല്ലേ? ഇന്റർനാഷണൽ എക്സാമിനറും കൂടിയാണ്. ഇന്റർനാഷണൽ എക്സാമിനറും കൂടിയാണ്. റൈറ്റ്. മാഷ് ഞങ്ങളുടെ കുട്ടികളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. Now let me call upon the next master, Shifu Ashraf. Ashraf sir, എന്താണ് ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞങ്ങളിപ്പോൾ പെട്ടെന്ന് കൂടുതലും സ്ത്രീകളെ പുരുഷന്മാർ കടന്ന് ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനെ സ്ത്രീകൾക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഏറ്റവും കാതലായ ഒരു ടെക്നിക്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. ഞാൻ വളരെ സിമ്പിളായിട്ട് നിൽക്കുന്നു. പ്രാക്ടീസ് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇവിടുന്നൊക്കെ പോകാൻ തുടങ്ങി.
കൂടുതലും പെൺകുട്ടികൾ അതായത് മാർഷൽ ആർട്സ് രംഗത്ത് വളരെ പിന്നെ വിദൂരമായിട്ട് വളരെ വിരളമായിട്ടാണ് കടന്നു വരുന്നത്. ഇപ്പോൾ കുംഫുവിനെ കുറിച്ച് ഹാർഡായിട്ട് ചെയ്യുന്ന ഒരു ആയോധന കലയാണ്. കാരണം എനിമൽ സ്റ്റൈലുകളെ അനുകരിച്ച ഒരു ആയോധന കലയാണ് കുംഫു. മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് കൂടുതലും വരുന്നത് അല്ലേ? മാത്രമല്ല കുംഫുവിൽ ഒരു പെൺകുട്ടി ഇത്രയും കൂടുതൽ പെർഫോം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ മാഷ് പറഞ്ഞോളൂ, എങ്ങനെയാണ് എടുക്കുന്നത്? ഇപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം അവൾ ഒരു പിന്നെ പെട്ടെന്ന് ആക്രമിക്കുന്ന ഒരു ടെക്നിക്സാണ് ഇപ്പോൾ അവൾ ചെയ്യുന്നത്. അവൾ ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തോളമായി പിന്നെ കുംഫു പ്രാക്ടീസ് തുടങ്ങിയിട്ട്. എന്താണ് പുള്ളിക്കാരുടെ പേര്? സുഗിത എന്നാണ് പഠിക്കുന്നത്. +2 പഠിക്കുകയാണ്. കൈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്നത് അറ്റാക്കാണ്. ലേഡിയുടെ ലേഡിയുടെ കൈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അത് റിമൂവ് ചെയ്യാന്നുള്ളൊരു ടെക്നിക്കാണ്. ഇത് പിടിച്ചിട്ടാണ് എന്നിട്ട് ജസ്റ്റ് ടേൺ അറൗണ്ട് അല്ലേ? All right. All the ladies watch this. All right. ഇനി അധികം അങ്ങോട്ട് എടുക്കാണ്ടിരിക്കുകയാണ് ഭേദം. കാര്യം ഞാൻ തന്നെ അറിഞ്ഞില്ല, കൈ നേരെ പിടിച്ചു, ഷീ ജസ്റ്റ് ടേൺഡ് അറൗണ്ട്. പിന്നെ എൽബോയിൽ എന്താ പരിപാടി ചെയ്തതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. ഐ വാസ് ഓൺ ദ ഗ്രൗണ്ട് ആക്ച്വലി. ലുക്ക് അറ്റ് ദ സൈസ് ഡിഫറൻസ്. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഒരു ട്രെയിൻഡ് കുംഫു ഗേൾ ക്യാൻ ഡു. മതി. ഒരു ലേഡിയുടെ സൈസ് ഇസ് ഓക്കെ, വി നോ ഷീ ഈസ് വെരി ഭയങ്കര അധികം സ്ട്രെയിൻ കൊടുക്കാൻ പറ്റാത്ത ഒരാളാണ്. പക്ഷേ ആണുങ്ങൾ അങ്ങനെയല്ല, വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഇറ്റ്സ് വെരി സിമ്പിൾ ഫോർ എ ലേഡി വിത്ത് കുംഫു ടെക്നിക്സ് ഒരാളെ കീഴ്പ്പെടുത്താനായിട്ട്. വെരി ഈസി ആക്ച്വലി. സെൽഫ് ഡിഫെൻസിന്റെ മെയിൻ ഭാഗം. വിൽ സീ എ സ്മോൾ ഡെമോ ഹൗ ഇറ്റ് ഇസ് ബീൻ ക്യാപ്ചേർഡ്. ലെറ്റ് us see. സ്ത്രീകൾക്കെതിരെയുള്ള മർദ്ദനം മിക്കവാറും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ അല്ലെ? ബട്ട് എങ്ങനെ ആ ഒരു ലേഡി ഡിഫെൻഡ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ടെക്നിക്. ലെറ്റ് us see.